അവിടെ സ്പേസ് Good morning, all. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning, Miss. കന്യാസ്വത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്തായാലും ഒന്നും പറയാത്തേ? നോക്കിയില്ല? ബോറടിച്ചെടുത്ത് വെച്ചോ? നോക്കിയില്ലേ ആരും? എന്താണ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? വായിച്ചു നോക്കിയോ? പറയേ. വായിച്ചു നോക്കിയില്ല? നോക്കിയില്ല? എന്തുപറ്റി? നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബുദ്ധിമുട്ടുള്ള സെക്ഷനാണ്, നമുക്കറിയാം അല്ലേ? ആ ഒരു പേര് വേറെ തന്നെയാണ് ആ ഒരു ചാപ്റ്ററും. അപ്പൊ നിങ്ങൾ അതും പറഞ്ഞ് നോക്കാതിരിക്കരുത് കേട്ടോ. വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക കേട്ടോ. ഓക്കെ. നമ്മ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ മിസ് കഴിഞ്ഞ ദിവസം ലോജിസ്റ്റിക് പ്ലാനിങ് വരെയാണ് അല്ലേ എടുത്തത്? ലോജിസ്റ്റിക് പ്ലാൻ എന്ന് പറഞ്ഞാല് എന്താണ്? ഹോസ്പിറ്റലില് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട റിസോഴ്സുകള് ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്നതിനെയാണ് അല്ലെ, നല്ല രീതിയിൽ പാസ് ചെയ്യുന്നതിനെയാണ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആണ് നമ്മ പറഞ്ഞത് അല്ലെ. ആദ്യം എന്താണ്? ആദ്യം നമ്മ പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻസ് അല്ലെ. എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്കും ഹോസ്പിറ്റലിന്റെ പുറത്തേക്കും നമ്മൾ എന്താണ്? ആശയവിനിമയം നടത്തണം അല്ലെ. കമ്മ്യൂണിക്കേഷൻസ്, വിവരങ്ങൾ കൈമാറണ്ടേ ആ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട തീവ്രതയെ കുറിച്ച് അല്ലെ. അപ്പൊ അതാണ് ഫസ്റ്റത്തെ പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻസ് അല്ലെ. എന്താണ് കൊണ്ടുവരുന്നത്? നമ്മുടെ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് അല്ലെ, ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഫെസിലിറ്റീസ് അല്ലെ, ആ ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ ആ ഒരു ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ, അതല്ലെങ്കിൽ എന്താണ്? നമ്മ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ എന്താണ്? ഇപ്പൊ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വെന്റിലേറ്റേഴ്സ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിന്റെ അകത്ത് ഉള്ളിലേക്കും ഉള്ളിലുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കും പിന്നെ എന്താണ് മറ്റ് ഹോസ്പിറ്റലിലേക്കും പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുക അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് സ്റ്റോഴ്സ് പ്ലാനിങ് അല്ലെ. ഡിസാസ്റ്റർ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ്? നമുക്ക് ഒരുപാട് റിസോഴ്സുകൾ ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. മെഡിസിനുകള്, എക്യുപ്മെന്റുകള്, കോട്ടൻസ് അല്ലെ, വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമായി, സാധാരണ അളവിലും കൂടുതൽ ആവശ്യമായി വരുന്നുണ്ട്
വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സ്റ്റോഴ്സില് ആ ഒരു അത്തരം റിസോഴ്സുകൾ പ്ലാൻ ചെയ്യണം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് പേഴ്സണൽ പ്ലാനിങ്. എന്താണ്, നമുക്കൊരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരുപാട് സ്റ്റാഫുകൾ ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ ആയിക്കോട്ടെ. അപ്പൊ അതിന് വേണ്ട പ്ലാനിങ്ങുകൾ അല്ലെ ആദ്യം തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൽ ഫസ്റ്റ് വരുന്നത് മെഡിക്കൽ സ്റ്റാഫ് അല്ലെ. എന്താണ്, മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ്, പാരാ ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിൻ സ്റ്റാഫ് ആൻഡ് സ്റ്റാൻഡ് ബൈ സ്റ്റാഫുകൾ. എന്താണ്, നമ്മുടെ കമാൻഡ് സെന്ററിലോ അല്ലെങ്കിൽ കൺട്രോൾ റൂമിലോ അല്ലെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലില് ആ ഒരു മെഡിക്കൽ സ്റ്റാഫുകളുടെ കുറവുണ്ട് എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ സർവീസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് സജ്ജമായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ. എന്താണ്, മറ്റ് നോൺ ക്രിട്ടിക്കൽ ഏരിയാസിൽ അധികമുള്ള നഴ്സിംഗ് സ്റ്റാഫുകളെ നമ്മുടെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരിക. അതല്ലെങ്കിൽ എന്താണ്, ഡ്യൂട്ടിയിൽ ഇല്ലാത്ത സമയത്ത് പോലും നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഒരു അറിയിപ്പില് ജോലിക്ക് കയറാൻ സജ്ജരായിരിക്കുന്ന ഒരു നഴ്സുമാരുടെ ഒരു ലിസ്റ്റ് തന്നെ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ കൈവശം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ആൻസിലറി സ്റ്റാഫ് അല്ലെ. ആൻസിലറി മെഡിക്കൽ സർവീസുകൾ ഉണ്ട് അല്ലെ നമ്മുടെ ഹോസ്പിറ്റലില്. ഏതൊക്കെയാണെന്ന് ഒരുപാട് ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ആൻസിലറി സർവീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക് അല്ലെ ആണോ, ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോഴ്സ്, ഫാർമസി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സർവീസുകൾ ലഭ്യമായിരിക്കട്ടെ നമ്മുടെ പേഷ്യൻസിന് ഹോസ്പിറ്റലില്. അപ്പൊ എന്താണ് ആൻസിലറി സ്റ്റാഫ് അല്ലെ. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ആൻസിലറി മെഡിക്കൽ സർവീസസ്. എക്സാമ്പിള് റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക് ആൻഡ് അതർ ഹോസ്പിറ്റൽ സർവീസ് അല്ലെ. മറ്റു ഹോസ്പിറ്റലിലെ സർവീസുകൾ. എക്സാമ്പിള് ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോഴ്സ്, ഫാർമസി, കിച്ചൺ എക്സെട്ര ഷുഡ് ബി അവൈലബിൾ. അപ്പൊ ഇങ്ങനെയുള്ള ആൻസിലറി മെഡിക്കൽ സർവീസുകളും മറ്റ് ഹോസ്പിറ്റൽ സർവീസുകളും എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് വോളണ്ടിയേഴ്സ് അല്ലെ, സന്നദ്ധ പ്രവർത്തകര്. അവരെ സഹായം ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോഴും ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോഴും ഇല്ലേ, ആണോ ആണോ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സന്നദ്ധ പ്രവർത്തകർ ആവശ്യമായി വരുന്നില്ലേ, വോളണ്ടിയേഴ്സിന് ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. എക്സ്ട്രാ സ്റ്റാഫുകൾ ഇല്ലാതെ വരുന്ന സിറ്റുവേഷനിൽ അപ്പൊ എന്താണ്, the role which volunteers will assume during the time of a disaster should be predetermined, rehearsed, coordinated and supervised by the regular senior staff. എന്ത് ചെയ്യണം, നമ്മുടെ ഈ വോളണ്ടിയേഴ്സിന്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെ അവരുടെ പങ്ക് എന്താണ് നമ്മൾ മുൻകൂട്ടി അസ്യൂം ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. അവർക്ക് വേണ്ടി അവർക്ക് നൽകിയിട്ടുണ്ടായിരിക്കണം. കൂടാതെ നമ്മുടെ റെഗുലർ നമ്മുടെ സീനിയർ സ്റ്റാഫ് എന്ത് ചെയ്യണം, ഈ വോളണ്ടിയേഴ്സിന്റെ പ്രവർത്തനങ്ങള് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം. പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കണം അല്ലെ. നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്യൂട്ടീസ് ഉണ്ട് അല്ലെ. നമുക്ക് പേഷ്യൻസിന്റെ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ കൊടുക്കാൻ പറ്റുമോ, ചെയ്യിക്കാൻ പറ്റുമോ? അത്തരം പ്രവർത്തനങ്ങള് ചെയ്യാൻ പറ്റുമോ? അവര് കെയറിൽ അസിസ്റ്റ് ചെയ്യിക്കാം അല്ലെ, പറഞ്ഞു കൊടുത്താൽ അസിസ്റ്റ് ചെയ്യിക്കാം എന്നൊക്കെ അല്ലെ. അതല്ലാണ്ട് ബാക്കി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ? ഇഞ്ചക്ഷൻ കൊടുക്കാനൊക്കെ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് വോളണ്ടിയേഴ്സിന് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണെന്ന് എന്താണ് നമ്മുടെ റെഗുലർ നമ്മുടെ സീനിയർ സ്റ്റാഫ് എന്താണ് മുൻകൂട്ടി നിശ്ചയിക്കുകയും നമ്മുടെ വോളണ്ടിയേഴ്സ് നമുക്ക് ആ ഒരു ഡിസാസ്റ്ററിന്റെ സമയത്ത് നമുക്ക് സഹായങ്ങൾ നൽകേണ്ട ആ ഒരു വോളണ്ടിയേഴ്സിന് അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ജോലിയെ കുറിച്ച് അവർക്ക് റിഹേഴ്സൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെ, പരിശീലനം കൊടുത്തിട്ടുണ്ടായിരിക്കണ്ടേ, ട്രെയിനിങ്ങുകള്. കൂടാതെ അവരുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയും അവരെ എന്താണ് സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെയാണോ?
ഒരു ദുരന്ത സമയത്ത് നമ്മുടെ വോളണ്ടിയേഴ്സ് ചെയ്യുന്ന അവരുടെ ആ ഒരു പങ്ക് അല്ലെങ്കിൽ അവരുടെ ജോലിയെ കുറിച്ച് നമ്മുടെ സീനിയർ സ്റ്റാഫ് മുൻകൂട്ടി നിശ്ചയിക്കുകയും അതിന് ആ ഒരു വോളണ്ടിയേഴ്സിന് വേണ്ട ട്രെയിനിങ്ങുകൾ അല്ലെ പരിശീലനങ്ങൾ നൽകുകയും അവരുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട മേൽനോട്ടം നൽകുകയും ചെയ്യുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് റിസർവ് സ്റ്റാഫ് അല്ലെ. ഹോസ്പിറ്റൽ മസ്റ്റ് ബി ഐഡന്റിഫൈങ് ഫിസിഷ്യൻസ്, നഴ്സസ് ആൻഡ് റിട്ടയേർഡ് റിട്ടയേർഡ് എന്നാണ് കേട്ടോ. അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ കിടക്കുന്നത്? നഴ്സസ് ആൻഡ് റിട്ടയേർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സ്. ആണോ? റിട്ടയേർഡ് എന്നാണ്. അല്ല, കറക്റ്റ് ചെയ്യാം കേട്ടോ. റിട്ടയേർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് ഓർ ഹു ഹാവ് ചേഞ്ച്ഡ് കരിയേഴ്സ് ടു കറക്റ്റ് ചെയ്യാം കേട്ടോ. റിട്ടയേർഡ് എന്നാണ്. എന്താണ്? വിരമിച്ച ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആളുകൾ അല്ലെ. or who have changed careers to work outside of healthcare services or now work in areas other than direct patient care അല്ലെ. എന്താണ്? നമ്മൾ റിസർവ് ടിക്കറ്റ് ഒക്കെ എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് റിസർവ് ടിക്കറ്റ് ഒക്കെ എടുത്ത് വെക്കുന്നത്? നമുക്ക് ആവശ്യമെങ്കിൽ യൂസ് ചെയ്യാൻ അല്ലെ. ട്രെയിൻ ടിക്കറ്റ് ഒക്കെ റിസർവ് ചെയ്തിടാറില്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ അതേപോലെ എന്താണ്, നമുക്ക് ഹോസ്പിറ്റലില് സ്റ്റാഫുകളുടെ കുറവ് വരുമ്പോൾ, ഡോക്ടേഴ്സിന്റെ, ഫിസിഷ്യന്റെ, നഴ്സുമാരുടെ, മറ്റ് ഹോസ്പിറ്റൽ വർക്കേഴ്സിന്റെ ഒക്കെ കുറവ് വരുമ്പോൾ എന്താണ്, നമുക്ക് ഹോസ്പിറ്റലില് ഈ ഒരു ഡിസാസ്റ്ററിന്റെ സമയത്ത് സേവനത്തിന് വേണ്ടി വിളിക്കാനായിട്ട് അല്ലെ ഇങ്ങനെയുള്ള സ്റ്റാഫുകളെ റിസർവ് ചെയ്ത് ഇടുക. ആരൊക്കെയാണ്? ഹോസ്പിറ്റൽ മസ്റ്റ് ബി ഐഡന്റിഫൈ ഫിസിഷ്യൻസ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റല് നിർബന്ധമായിട്ടും ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ആരൊക്കെ? ഫിസിഷ്യൻസിനെ, ഡോക്ടേഴ്സിന്റെ ആൻഡ് റിട്ടയേർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടയേർഡ് ആയിട്ടുള്ള ആളുകളെ. അവര് ചിലപ്പോ എന്താണ്, ഹു ഹാവ് ചേഞ്ച്ഡ് കരിയർ ടു വർക്ക് ഔട്ട്സൈഡ് ഓഫ് ഹെൽത്ത് കെയർ സർവീസസ്. അവര് ചിലപ്പോ എന്താണ്, ആ ഒരു ആരോഗ്യ സേവനങ്ങൾക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. അതല്ലെങ്കിൽ ജോലി പരിചരണം ഒഴികെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഫിസിഷ്യൻസിനെയും നഴ്സുമാരെയും റിട്ടയർഡ് ഹോസ്പിറ്റൽ സ്റ്റാഫിനെയും നമ്മുടെ ഹോസ്പിറ്റൽസ് നിർബന്ധമായിട്ടും ഐഡന്റിഫൈ ചെയ്ത് അല്ലെ തിരഞ്ഞെടുത്ത് വെക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഡിസാസ്റ്ററിന്റെ ആ ഒരു സമയത്ത് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെ കുറവ് ആയി വന്നു കഴിഞ്ഞാല് അവരെ വിളിക്കുന്നതിന് വേണ്ടി അല്ലെ, സേവനം നൽകാൻ വിളിക്കുന്നതിന് വേണ്ടി. ഓക്കെ ആണോ? ഇതൊക്കെ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഇത് പ്ലാൻ ചെയ്ത് വെക്കുകയാണ് അല്ലെ. ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്നതിന് മുമ്പ് അവര് പ്ലാൻ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ് പ്രീ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് അല്ലെ. എന്തൊക്കെയാണ്? ഒരു ഡിസാസ്റ്റർ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ കുറവുണ്ടായിരിക്കാം അല്ലെ. ആൻസിലറി സർവീസുകളിലെ സ്റ്റാഫുകളുടെ കുറവുണ്ടായിരിക്കാം. പിന്നെ അവർക്ക് എന്താണ്, ഉള്ള സ്റ്റാഫുകൾ കൂടാതെ ചിലപ്പോൾ സന്നദ്ധ പ്രവർത്തകരെ ആവശ്യമായി വന്നേക്കാം അല്ലെ. മെഡിക്കൽ സ്റ്റാഫുകൾ കുറവുകൾ ഉണ്ടായിരിക്കാം. കമ്മ്യൂണിക്കേഷൻസ് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്കും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്കും ആശയവിനിമയങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകൾ വരാം അല്ലെ. അപ്പൊ ഇതിനു വേണ്ടി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്യണ്ടേ? അതൊക്കെയാണ്. അപ്പൊ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ ആണോ അത്? അപ്പൊ അവരെന്താണ്, മെഡിക്കൽ സ്റ്റാഫുകൾ അവരെ മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആർക്കൊക്കെ അവരെ വിളിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫുകൾ ആരൊക്കെയാണെന്ന് നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്താണ് ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. കൂടാതെ ആൻസിലറി സർവീസുകൾ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. വോളണ്ടിയേഴ്സിന് വേണ്ട റിഹേഴ്സൽ അല്ലെ, ട്രെയിനിങ്ങുകൾ കൊടുത്ത് അവർക്ക് വേണ്ട ജോലികൾ മുൻകൂട്ടി തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ ഇടയിൽ തന്നെ എന്താണ് ഒരു കോർഡിനേഷൻ നമ്മുടെ സീനിയർ സ്റ്റാഫ് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ എന്താണ് റിസർവ് സ്റ്റാഫുകളെ അവര് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ?
നെക്സ്റ്റ് എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെ. നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് ചിലപ്പോ ഫണ്ടുകൾ ഒരുപാട് ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. എന്താണ് ചിലപ്പോ ആ ഒരു സമയത്ത് ഒരുപാട് റിസോഴ്സുകൾ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ചിലപ്പോ എന്താണ് നമുക്ക് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും അഡീഷണൽ മാറ്റങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട് അല്ലെ. എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള അപ്പൊ നമ്മൾ പറഞ്ഞ വെയിറ്റിംഗ് ഏരിയാസ് വാർഡുകളാക്കി മാറ്റാം അല്ലെ. അപ്പൊ അവർക്ക് എന്ത് വേണം, ആവശ്യത്തിന് ബെഡ്സും അറേഞ്ച്മെന്റ്സ് ഒക്കെ വേണം അല്ലെ. ഡോക്ടേഴ്സ് തന്നെ കൊണ്ടുവരേണ്ടി വരും ആണോ. ഒരുപാട് റിസോഴ്സുകൾ എക്യുപ്മെന്റുകൾ ആവശ്യമായി വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഫണ്ട് വേണ്ടി അവരുടെ കയ്യിലാണ്. അപ്പൊ അതിനുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് അവര് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം, അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഡിസാസ്റ്റർ ഫേസ് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞത് പ്രീ ഡിസാസ്റ്റർ ഫേസ് അല്ലെ. എന്താണ് മോസ്റ്റ് ഓഫ് ദ പ്ലാനിങ് എന്താണ് നമ്മുടെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസൂത്രണങ്ങളൊക്കെ നടക്കുന്നത് പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഡിസാസ്റ്റർ ഫേസ് അല്ലെ. ഡിസാസ്റ്റർ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? ഡിസാസ്റ്റർ ഒക്കർ ചെയ്യാണ് അല്ലെ. ആണോ? ഡെവലപ്പ് ചെയ്യാണ് ആണോ? അപ്പൊ എന്താണ് ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ചെയ്തു അല്ലെ. ഡിസാസ്റ്റർ ആക്ടിവേഷൻ നമ്മൾ ഇതിനെ ഓൾട്ടർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ് എന്നും പറയുന്നുണ്ട്. എന്താണ് ഡിസാസ്റ്റർ ആക്ടിവേഷൻ ഫേസിനെ ഓൾട്ടർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്? എന്താണ്? മാറ്റലും സമാഹരിക്കലുമുള്ള ഘട്ടം. അതായത് plans for alerting the disaster committee, staff, other facilities via phones, paging and mobilizing resources to suitable activated areas. അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പീരീഡിലാണ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മുടെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. ഓർമ്മയുണ്ടോ? ഡിസാസ്റ്റർ മാനുവൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ഓരോ ഏരിയാസിലേക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അനുയോജ്യമായിട്ടുള്ള ഡിസാസ്റ്റർ മാനുവൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? അപ്പൊ ഈ ഒരു പ്ലാനുമായി ബന്ധപ്പെട്ട് ഡിസാസ്റ്റർ പ്ലാൻസും മാനേജ്മെന്റ് പ്ലാനുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ ഡിസാസ്റ്റർ കമ്മിറ്റി സ്റ്റാഫ് മറ്റ് ഫെസിലിറ്റീസിലേക്ക്, ഹോസ്പിറ്റലിലെ മറ്റ് സൗകര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്? ഇവര് ഫോൺ വഴിയോ അല്ലെങ്കിൽ പേജിങ് നമ്മുടെ ലൗഡ് സ്പീക്കറിൽ അല്ലെങ്കിൽ മൈക്കിലൊക്കെ വിളിച്ചു പറഞ്ഞ് അവരെല്ലാം അലേർട്ട് ചെയ്യാണ് അല്ലെ. ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഹോസ്പിറ്റലിൽ ആഗതമായിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടി അലേർട്ട് ആകുക അല്ലെ. ആണോ? ഡിസാസ്റ്റർ പ്ലാന് ആക്ടിവേറ്റ് ചെയ്യാന്ന് നമ്മൾ അറിയിക്കണ്ടേ എല്ലാവരെയും? അപ്പൊ എന്താണ് നമ്മുടെ ഫോൺസ് വഴിയോ അല്ലെങ്കിൽ പേജിങ് മൈക്കുകളോ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ വഴി എന്താണ് നമ്മുടെ ഡിസാസ്റ്റർ കമ്മിറ്റിയെ, ഡിസാസ്റ്റർ സ്റ്റാഫിനെ, ഡിസാസ്റ്റർ മറ്റ് സ്റ്റാഫുകളെ അല്ലെങ്കിൽ അതർ ഫെസിലിറ്റീസിലൊക്കെ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട അലേർട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് കൂടാതെ എന്താണ് നമ്മുടെ ഓരോ ഏരിയാസിലേക്കും ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ വേണ്ടേ? നമ്മുടെ നോർമൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ മതിയോ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ? സാധാരണ നോർമൽ പ്രവർത്തനങ്ങൾക്കുള്ള റിസോഴ്സുകൾ മതിയോ? പോരാ അല്ലെ. അതിൽ കൂടുതൽ പേഷ്യൻസിനെയാണ് അല്ലെ കൊണ്ടുവരുന്നത്. നോർമൽ കപ്പാസിറ്റിയിലുള്ള പേഷ്യൻസിനെയാണോ കൊണ്ടുവരുന്നത്? അല്ല അല്ലെ. ഒരുപാട് പേഷ്യൻസിനെയാണല്ലേ കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് അതിനനുസരിച്ച് റിസോഴ്സുകൾ വേണം അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും കാഷ്വാലിറ്റിയിലേക്ക്, ഇൻപേഷ്യൻസിലേക്ക്, വാർഡിലേക്ക്, റൂംസിലേക്ക്, ICUലേക്ക്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് അല്ലെ. ആണോ? അപ്പൊ എന്താണ് ഓരോ സൂട്ടബിൾ ആക്ടിവേറ്റഡ് ഏരിയാസ് നമ്മൾ ഈ ഒരു ഡിസാസ്റ്റർ പ്ലാനിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഏരിയാസിലേക്കും ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ സമാഹരിക്കുക. ഓക്കെ ആണോ? ഫസ്റ്റ് ആ ഒരു ഡിസാസ്റ്റർ ആക്ടിവേഷൻ ഫേസിൽ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? അവര് പേജിങ് വഴിയോ അല്ലെങ്കിൽ ഫോൺസ് വഴിയോ എന്താണ് ഡിസാസ്റ്റർ കമ്മിറ്റിയെ, സ്റ്റാഫുകളെ മറ്റു ഫെസിലിറ്റീസിലേക്ക് ഇങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനെ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം
അലേർട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഡിസാസ്റ്റർ പ്ലാന് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഏരിയാസിലേക്കും ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ സമാഹരിക്കുക. ഓക്കെ ആണോ? എന്താണ്, ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡന്റ് കമാൻഡർ അല്ലെ. നമ്മൾ ഇൻസിഡന്റ് സ്റ്റാഫുകളെ പഠിച്ചു, 8 ഇൻസിഡന്റ് സ്റ്റാഫുകളെ പഠിച്ചു അല്ലെ. ഓർമ്മയുണ്ടോ ഇൻസിഡന്റ് സ്റ്റാഫ്സ് എന്ന് പറഞ്ഞൊക്കെ പഠിച്ചത്? ഇൻസിഡന്റ് കമാൻഡർ, ലൈസൺ ഓഫീസർ, ലോജിസ്റ്റിക് ചീഫ്, എത്ര പേരുണ്ട്? 8 പേരുണ്ട് അല്ലെ. നമ്മുടെ ഇൻസിഡന്റ് കമാൻഡർ അല്ലാതെ 7 പേരും കൂടി ഉണ്ട് അല്ലെ. ഓക്കെ, PRO ഉണ്ട്. അപ്പൊ നോക്കിയേ, incident commander, an incident commander who must be free to command and coordinate the overall disaster response must be appointed by hospital administration. എന്താണ് നമ്മൾ ഇൻസിഡന്റ് കമാൻഡറിന്റെ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എല്ലാ ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, ഹോസ്പിറ്റലിലെ എന്താണ്, മാനേജ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹോസ്പിറ്റൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഓപ്പറേറ്റിംഗ് ദ ഡിസാസ്റ്റർ ഓപ്പറേഷൻസ് അല്ലെ. എന്താണ് നമ്മുടെ ദുരന്ത പ്രവർത്തനങ്ങളില് ഹോസ്പിറ്റലിന്റെ പങ്കാളിത്തത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുക അല്ലെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ ദുരന്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, അതിന്റെ എല്ലാം മാനേജ് ചെയ്യുന്നത് ആരാണ്? കോർഡിനേറ്റ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ് അല്ലെ. അപ്പൊ ഹെഡ് എന്ന് പറയുന്നത് ആരാ? ഇൻസിഡന്റ് കമാൻഡർ അല്ലേ. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ദുരന്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഒരു മോണിറ്ററിങ്ങും അതിനു വേണ്ട സൂപ്പർവിഷനും അതിനു വേണ്ട പ്രവർത്തനങ്ങൾ കൺട്രോളിംഗ് ഒക്കെ ചെയ്യുന്നത് ആരാ? ഇൻസിഡന്റ് കമാൻഡർ ആണ് അല്ലെ. ആരുടെ നിർദ്ദേശത്തിലായിരിക്കും ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അല്ലെ? ഡിസാസ്റ്റർ ഓപ്പറേഷൻസ് നടത്തുന്നത് നമ്മുടെ ഇൻസിഡന്റ് കമാൻഡറിന്റെ നിർദ്ദേശത്തിലായിരിക്കില്ലേ, ഇൻസ്ട്രക്ഷൻസിലായിരിക്കും അല്ലെ. അപ്പൊ ഇതിൽ പറയുന്നത് an incident commander who must be free to command and coordinate the overall disaster response must be appointed by the hospital administration. എന്താണ്, നമ്മുടെ മൊത്തത്തിലുള്ള ദുരന്ത പ്രതികരണം, ആ ദുരന്തത്തിനുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ട റെസ്പോൺസ് കൊടുക്കുന്നതിന് കമാൻഡ് ചെയ്യാനും ആ ഒരു പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു എന്താണ് ഒരു സ്റ്റാഫിനെ, ഒരു പേഴ്സൺ, അതായത് അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രത്യേക വ്യക്തിയെ എവിടെ നിയമിക്കാന്ന്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിയമിക്കുക. ഓക്കെയാണോ? എന്താണ്, നമ്മുടെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തിലുള്ള ആ ഒരു ദുരന്ത പ്രതികരണങ്ങള്, ആ ദുരന്ത പ്രവർത്തനങ്ങൾക്ക് കമാൻഡ് കൊടുക്കാനും അല്ലെ നിർദ്ദേശങ്ങൾ കൊടുക്കാനും ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരു ഇൻസിഡന്റ് കമാൻഡറെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിയമിക്കുക. ഓക്കെയാണോ? നമ്മൾ പറഞ്ഞു ഇൻസിഡന്റ് കമാൻഡർ ആണ് അല്ലെ നമ്മുടെ മൊത്തത്തിലുള്ള ദുരന്ത പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ, കമാൻഡ് കൊടുക്കുന്നതെന്നും പറഞ്ഞു അല്ലെ. കൺട്രോൾ ചെയ്യുക, കമാൻഡ് കൊടുക്കുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അതിന് ഇപ്പൊ നമുക്ക് എല്ലാവരെയും കൊണ്ടുപോയി ഏതെങ്കിലും ഒരാളെ കൊണ്ടുപോയി നിർത്തിയാൽ മതിയോ കമാൻഡറായിട്ട്, ഇൻസിഡന്റ് കമാൻഡറായിട്ട്? മതിയോ? പോരാ അല്ലെ. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയെ ആയിരിക്കണം അല്ലെ, അതിന് കേപ്പബിലിറ്റീസ് ഉള്ള അല്ലെ, അതിന് കഴിവുള്ള ഒരാളായിരിക്കണ്ടേ, സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം അല്ലെ. എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും കഴിവുള്ള ഒരാളായിരിക്കണ്ടേ. എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ എവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിയമിക്കുക. ഒക്കെയാണ് ഇൻസിഡന്റ് കമാൻഡർ ആയിട്ട് നിയമിക്കുക.
ഓക്കെ ആണോ? അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നോക്കിയേ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഫിസിഷ്യൻ വിത്ത് എമർജൻസി മെഡിക്കൽ സർവീസസ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഫിസിഷ്യൻ എമർജൻസി മെഡിക്കൽ സർവീസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിയമിക്കുന്നത് പോലെ അല്ലെ. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ എന്തായിരിക്കും? എമർജൻസി മെഡിക്കൽ സർവീസുകൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സർവീസുകളൊക്കെ കൊടുക്കാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള ആളായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് ആ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ സാധിക്കോ? പേഷ്യൻസിന് വേണ്ട കെയർ എന്താണ് അല്ലെ, പേഷ്യൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ലേ? അപ്പൊ അതേപോലെ എന്താണ് നമുക്ക് മൊത്തത്തിലുള്ള ആ ഒരു ദുരന്ത പ്രതികരണങ്ങള് വേണ്ട കമാൻഡ് കൊടുക്കുന്നതിനും അത് ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരു ഇൻസിഡന്റ് കമാൻഡറെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിയമിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫ് കേട്ടോ. ദ പർപ്പസ് ഓഫ് ഇൻസിഡന്റ് സ്റ്റാഫ്, നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫിന്റെ പർപ്പസ്, ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്രൈസ്ഡ് ഓഫ് കമാൻഡ് ആൻഡ് ജനറൽ സ്റ്റാഫ് അല്ലെ. നമ്മൾ പറഞ്ഞു 8 ആളുകളാണ് അല്ലെ നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫുകളിൽ ഉൾപ്പെടുന്നത്. അപ്പൊ അതിൽ ആരൊക്കെ പെടുന്നുണ്ട്? കമാൻഡറും അല്ലെ, ഇൻസിഡന്റ് കമാൻഡറും മറ്റ് ജനറൽ സ്റ്റാഫുകളും ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ the purpose of the incident staff is to providing the hospital IC എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് കമാൻഡർ കേട്ടോ. IC ഇൻസിഡന്റ് കമാൻഡർ with enough manpower to meet all his or her responsibility in conducting the disaster relief operations അല്ലെ. എന്താണ് നമ്മുടെ ഡിസാസ്റ്റർ ദുരന്തം നമ്മൾ പറഞ്ഞു, ഇൻസിഡന്റ് കമാൻഡറിന്റെ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫിന്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻസിഡന്റ് കമാൻഡർ ആണ് അല്ലെ അവിടുത്തെ മൊത്തത്തിലുള്ള ആ ദുരന്ത പ്രതികരണങ്ങള് വേണ്ട മേൽനോട്ടം നയിക്കുന്നത് അല്ലെ. ഇൻസിഡന്റ് കമാൻഡർ ആണ് അല്ലെ. അപ്പൊ കോർഡിനേഷൻ ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതൊക്കെ ആളാണ് അല്ലെ. അപ്പൊ ആൾക്ക് എന്ത് ആവശ്യമുണ്ട്? ഇങ്ങനെയുള്ള ഒരു കോർഡിനേഷൻ കൊണ്ടുവരണം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ദുരന്ത പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ അവർക്ക് കുറച്ച് മാൻ പവേഴ്സ് ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. മറ്റ് സ്റ്റാഫുകൾ ആവശ്യമായി വരുന്നുണ്ടോ ആ അണ്ടറില് ഇല്ലേ? ഇപ്പൊ ഞാനൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിലെ ഹെഡ് ആണെന്ന് വെച്ച് എനിക്ക് അടിയിൽ എന്ത് വേണം? എന്റെ അണ്ടറിൽ വേറെ സ്റ്റാഫുകൾ വേണം അല്ലെ. എന്നാലല്ലേ അവിടുത്തെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആള് ഹെഡാണെന്ന് പറഞ്ഞാൽ ആൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുമോ? ഒരു 100 പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു 50 പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് കമാൻഡർക്ക് ദുരന്ത അല്ലെ എന്താണ് ഇൻസിഡന്റ് കമാൻഡർക്ക് ആ ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാൻ പവേഴ്സ് അല്ലെ ആളുകളെ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫ് കൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെയാണോ? അപ്പൊ നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഫിനാൻസിൽ വരുന്നുണ്ട് അല്ലെ, സെക്യൂരിറ്റിയിൽ വരുന്നുണ്ട്. അപ്പൊ നോക്കിയേ പബ്ലിക് റിലേഷൻ ഉണ്ട് അല്ലെ, ഇൻഫർമേഷൻസ് സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സേഫ്റ്റി വരുന്നുണ്ട്, ലൈസൺ ഓഫീസർ വരുന്നുണ്ട്, പ്ലാനിംഗ് ചീഫ് ഉണ്ട്, ഓപ്പറേഷൻ ചീഫ് ഉണ്ട്, ലോജിസ്റ്റിക് ഉണ്ട്, ഫിനാൻസ് ഓഫീസർ ഉണ്ട്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു മിക്ക ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആളുകൾ വരുന്നുണ്ടോ അതില്? ഇല്ലോ ഇല്ലേ? ഫിനാൻസ് വരുന്നുണ്ട് അല്ലെ, ലോജിസ്റ്റിക് വരുന്നുണ്ട് അല്ലെ, സപ്പോർട്ട് സർവീസുകൾക്ക് വേണ്ടിയിട്ട് പ്ലാനിങ്, മാൻ പവർ പ്ലാനിങ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കൊളാബറേറ്റ് മറ്റ് ഏജൻസികളുമായിട്ടുള്ള ഒരു കോപ്പറേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, കൊളാബറേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഇൻസിഡന്റ് കമാൻഡറുടെ റെസ്പോൺസിബിലിറ്റീസ് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുന്നതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള മാൻ പവേഴ്സ്, അതായത് മനുഷ്യശക്തിയിലെ ആളുകളെ, സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫുകൾ കൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെയാണോ? ഓക്കെയാണോ?
ഇപ്പൊ നമ്മുടെ ഇൻസിഡന്റ് കമാൻഡർ ആർക്കായിരിക്കും നിർദ്ദേശം കൊടുക്കുന്നത്? ഇവർക്കായിരിക്കും അല്ലെ, ലൈസൺ ഓഫീസർക്ക്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക്, പബ്ലിക് റിലേഷൻ ഓഫീസർക്ക്, ഓപ്പറേഷൻ ചീഫിനായിട്ട് കമാൻഡ് കൊടുക്കുന്നത് അവരായിരിക്കും. അവരണ്ടറിലുള്ള ആളുകൾക്ക് കമാൻഡ്സ് കൊടുത്ത് ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുന്നത് അല്ലെ, ആണോ? അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മാൻ പവർ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു നമ്മുടെ ഇൻസിഡന്റ് കമാൻഡറുടെ റെസ്പോൺസിബിലിറ്റി ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാൻ പവേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ ഉദ്ദേശം. നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡന്റ് സ്റ്റാഫുകൾ നമ്മൾ പറഞ്ഞു, അതിൽ ആരൊക്കെയാണ് ഉൾക്കൊള്ളുന്നതെന്ന്. എ സ്റ്റാഫ് കംപ്രൈസിംഗ് ദ 7 പൊസിഷൻ മോസ്റ്റ് ആപ്റ്റ് ഫോർ എ മീഡിയം സൈസ്ഡ് ഡിസാസ്റ്റർ. ഒരു മീഡിയം സൈസ്ഡ് ഒരു ഇടത്തരം ദുരന്തത്തിന് ഏറ്റവും അനുയോജ്യമായ 7 ആളുകൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, പ്ലാനിങ്, ലോജിസ്റ്റിക്, ഓപ്പറേഷൻ, ഫിനാൻസ്, പബ്ലിക് റിലേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൺ ഓഫീസേഴ്സ് അല്ലെ. ഇങ്ങനെയുള്ള 7 വ്യക്തികൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇൻസിഡന്റ് കമാൻഡറെ കൂടാതെ എന്താണ് ഇത്തരം 7 പൊസിഷനുകൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു ഇൻസിഡന്റ് സ്റ്റാഫ്സ്. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് when disaster strikes അല്ലെ, ആക്ടിവിറ്റീസ് ഇൻ ഹോസ്പിറ്റൽ. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഹോസ്പിറ്റലിലെ ആക്ടിവിറ്റീസ് എന്താണ്? ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ടു ഡിക്ലെയർ ഡോക്ടർ മേജർ. നമ്മുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു പ്രധാന വ്യക്തി അല്ലെ, എന്ത് ഡിക്ലെയർ ചെയ്യാണ്, പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ഡോക്ടർ മേജർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട് എന്ന് അലേർട്ട് കൊടുക്കുന്നതാണ് ഡോക്ടർ മേജർ എന്നുള്ള ആ ഒരു വേർഡ് കേട്ടോ. അപ്പൊ സിഇഒ എന്ന് പറഞ്ഞാല് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ സീനിയർ ഫിസിഷ്യൻ ഇംപ്ലിമെന്റ്സ് ദ ഡിസാസ്റ്റർ പ്ലാൻ. ഡിസാസ്റ്റർ പ്ലാൻ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ ഒരു ഡിസാസ്റ്റർ പ്ലാന് ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നു. ഓക്കെ ആണോ? ഇപ്പൊ നമ്മൾ കോഡ് ബ്ലൂ പഠിച്ചില്ലേ? കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു അലേർട്ട് ആണ് അല്ലെ. ഒരു അലേർട്ട് ആണ്. ഒരു കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയറുമായിട്ടോ ഒരു പേഷ്യന്റിനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഒരു അലേർട്ട് ആണ് അല്ലെ, കോഡ് ബ്ലൂ അലേർട്ടഡ്, കോഡ് ബ്ലൂ അലേർട്ടഡ് എന്ന്. അതേപോലെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് മറ്റ് ആളുകൾക്ക് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്ക് അലേർട്ട് കൊടുക്കുന്ന ഒരു വേർഡാണ് ഡോക്ടർ മേജർ. ഓക്കെ ആണോ? പിന്നെ എന്താണ് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മെഡിക്കൽ ഡയറക്ടർ അല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ സീനിയർ ഫിസിഷ്യൻ എന്ത് ചെയ്യാണ്? നമ്മുടെ ആ ഒരു പ്രീ ഡിസാസ്റ്റർ പ്ലാനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു ഡിസാസ്റ്റർ പ്ലാന് ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നു. ഓക്കെ ആണോ? ഇംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുക. ഓക്കെ. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ ആരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ആർ ഇൻഫോംഡ് അല്ലെ. പോലീസിനെയോ അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്കോ വിവരം അറിയിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു പോലീസിനെ അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്കോ വിവരം അറിയിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് telephone operator announces Dr. Major 3 times every 30 seconds for period of 3 minutes. എന്താണ് നമ്മുടെ ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ചെയ്യാണ്. എന്താണ് അനൗൺസ് ചെയ്യുന്നത്? ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജറിന് 3 times 30 സെക്കൻഡ് കൂടുമ്പോൾ ഒരു 3 മിനിറ്റ് ടൈമിലേക്ക് അല്ലെ. അപ്പൊ എത്ര ടൈം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും? 6 ടൈംസ് അല്ലെ.
ആദ്യം വിളിച്ച് പറയാം ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ. അത് കഴിഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ അവർ വീണ്ടും വിളിച്ച് പറയും ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ. ഓക്കെ ആണോ? മറ്റുള്ളവരെ ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട് എന്ന് അലേർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ മേജർ എന്ന് അനൗൺസ് ചെയ്യുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് physician and other staff who are off duty are recalled. അല്ലെ, എന്താണ് നമ്മുടെ ഡോക്ടേഴ്സിനും സ്റ്റാഫുകൾക്ക് എന്തുണ്ട്? ഡ്യൂട്ടി ടൈം ഉണ്ട് അല്ലെ, ഷിഫ്റ്റ് ടൈം ഉണ്ട്. അപ്പൊ ചിലപ്പോ എന്താണ് നമ്മുടെ ഫിസിഷ്യനോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അവരുടെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് അവര് പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സർവീസ് കൊടുക്കുന്നതിന് വേണ്ടി അവരെ തിരിച്ചു വിളിക്കുന്നു, റീകോൾ ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഇംപ്ലിമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് അല്ലെ. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവരുടെ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിനനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ അവര് നടപ്പിലാക്കുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഏതാണ്? ഡോക്ടർ മേജർ ആണോ റിജോ? ഇപ്പൊ പറഞ്ഞതാണോ? എന്താണ്? നമ്മുടെ ഫിസിഷ്യനും നഴ്സുമാർക്കൊക്കെ എന്താണ്? മറ്റ് സ്റ്റാഫുകൾക്ക് ഡ്യൂട്ടി ടൈം ഉണ്ട് അല്ലെ. മോർണിംഗും നൈറ്റ് ഒക്കെ ഇല്ലേ ഡ്യൂട്ടി ഷിഫ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. ചിലപ്പോ ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയം എന്തായിരിക്കും? ചിലപ്പോ രാവിലെ ആയിരിക്കും. അപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ ആളുകൾ പോയിട്ടുണ്ടാവുമല്ലോ. ഫിസിഷ്യനോ മറ്റ് സ്റ്റാഫുകള് ആണോ? അപ്പൊ അവിടെ എന്ത് വരും? കുറെ ആളുകൾ കൊണ്ടുവരുമ്പോ പേഷ്യൻസിന്റെ ദൗർലഭ്യം ഉണ്ടാവുന്നുണ്ട് അല്ലെ. പോരായ്മന്റെ പേഷ്യൻസിന്റെ എല്ലാ സ്റ്റാഫുകളുടെ പോരായ്മ വരുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഡ്യൂട്ടി കഴിഞ്ഞ് പോയ ആളുകളെ തിരിച്ചു വിളിക്കുന്നു. ഓക്കെ ആണോ? റീകോൾ ചെയ്യുന്നു. ഓഫ് ഡ്യൂട്ടി, ഡ്യൂട്ടി കഴിഞ്ഞ് പോയ സ്റ്റാഫുകളെ, ഓഫ് ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകളെ തിരിച്ചു വിളിക്കുന്നു. കൂടാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അനുയോജ്യമായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ എമർജൻസി പ്ലാൻ ആക്ടിവേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്താണ്? അവരുടെ ആ ഒരു സ്ഥാപിത നടപടിക്രമങ്ങൾ അല്ലെ, എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഒരു നടപടിക്രമങ്ങൾ അവര് നടപ്പിലാക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് written instructions are given for manning important areas to medical staff and house officers by the designated staff. എന്താണ്? നമ്മുടെ ഇമ്പോർട്ടന്റ് ഏരിയാസിലേക്ക്, നമുക്ക് പ്രധാന കീ ഏരിയാസിലേക്കും പിന്നെ എന്താണ് മെഡിക്കൽ സ്റ്റാഫുകൾക്കും ഹൗസ് ഓഫീസേഴ്സ് അല്ലെ, നമ്മുടെ ഹൗസ് സർജൻസി ഒക്കെ ചെയ്യുന്ന ആ ഒരു ഓഫീസേഴ്സിനൊക്കെ എന്താണ്? നിയുക്ത വ്യക്തികള് റിട്ടേൺ അവര് ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന് കാണിക്കുന്ന എഴുതിയിട്ടുള്ള നിർദ്ദേശങ്ങള് നൽകുന്നു. ഓക്കെയാണോ? സർജറി സെക്ഷൻ, മാനിങ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ സർജറി സെക്ഷൻ, ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്, എമർജൻസി സർവീസസ് അങ്ങനെയുള്ള ഏരിയാസിലേക്ക്, കൂടാതെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, ഹൗസ് ഓഫീസേഴ്സിനൊക്കെ എന്താണ്? നമ്മുടെ നിയുക്ത വ്യക്തികൾ അല്ലെ, ഡെസിഗ്നേറ്റഡ് സ്റ്റാഫുകൾ റിട്ടേൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കാണിക്കുന്ന റിട്ടേൺ ആയിട്ട് നമ്മൾ പറഞ്ഞു. ജോബ് പ്രിപ്പറേഷൻ കാർഡ് ഒക്കെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ജോബ് പ്രിപ്പറേഷൻ കാർഡ്. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് എന്തിനാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള പ്രധാന ആളുകൾക്ക് അവർ ചെയ്യേണ്ട കീ ഇൻഡിവിജ്വൽസിനുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നു എന്നൊക്കെ പറഞ്ഞോ. മറ്റ് സ്റ്റാഫുകൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രിപ്പയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? കണ്ടോ? Checklist of instructions for the key individuals. Information needed for the individuals. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള പ്രധാന ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനും ഹൗസ് ഓഫീസേഴ്സിനും എന്താണ്? അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന് കാണിക്കുന്നു. ഇങ്ങനെയുള്ള റിട്ടേൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് നൽകുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് special instructions are given to disaster chief of emergency room
triage area, emergency waiting room, staff holding room, emotionally disturbed patient area, relatives waiting room, admitting office. നെക്സ്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ട് കോമ ഉണ്ട് കേട്ടോ. അഡ്മിറ്റിംഗ് ഓഫീസ് കഴിഞ്ഞിട്ട് കോമ, എന്നിട്ട് എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. എക്സ്റേ ഡിപ്പാർട്ട്മെന്റ്, ബ്ലഡ് ബാങ്ക്, CSSD. എന്താണ് നമ്മുടെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്, പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഡിസാസ്റ്റർ ചീഫിന്, ചീഫ് ഓഫ് എമർജൻസി റൂമിലേക്ക്, ട്രയേജ് ഏരിയാസിലേക്ക്, എമർജൻസി വെയിറ്റിംഗ് റൂമിലേക്ക്, സ്റ്റാഫ് ഹോൾഡിംഗ് റൂമിലേക്ക്, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യന്റ് ഏരിയാസിലേക്ക്, റിലേറ്റീവ്സ് വെയിറ്റിംഗ് റൂമിലേക്ക്, അഡ്മിറ്റിംഗ് ഓഫീസിലേക്ക്, എക്സ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ബ്ലഡ് ബാങ്കിലേക്ക്, CSSDയിലേക്കൊക്കെ നൽകുന്നു. എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഈ പറയുന്ന മേഖലകളിലേക്ക്, ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മുടെ ഡിസാസ്റ്റർ ചീഫിനും നൽകുന്നു. ഓക്കെ ആണോ? കൂടാതെ ചീഫ്സ് ആർ അസൈൻഡ് ടു കീ ഏരിയാസ് അല്ലെ, നമ്മുടെ പ്രധാന ഏരിയാസിലേക്ക്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക്, വെന്റിലേറ്റേഴ്സ്, അങ്ങനെയുള്ള പ്രധാന ഏരിയാസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എന്താണ് ചീഫുകളെ അല്ലെ നിയമിക്കുന്നു. എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും ആരെ നിയമിക്കുന്നു, പ്രധാന ഏരിയാസിലേക്ക് ചീഫുകളെ നിയമിക്കുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ മക്കളെ. ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. മനസ്സിലായോ? ഡിസാസ്റ്റർ സംഭവിച്ചു കഴിയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ ഒക്കർ ചെയ്തിട്ടുണ്ട് അല്ലെ, സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാ ഡോക്ടർ മേജർന്ന് പ്രഖ്യാപിക്കുന്നു അല്ലെ. നെക്സ്റ്റ് എന്താണ്, നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ മെഡിക്കൽ ഡയറക്ടറോ അല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡിസാസ്റ്റർ പ്ലാന് ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നു. കൂടാതെ പോലീസിനെയും ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇൻഫർമേഷൻ കൊടുക്കാണ് അല്ലെ, വിവരം കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ ടെലഫോൺ ഓപ്പറേറ്റർ ഇങ്ങനെയൊരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരെയും വിവരം അറിയിക്കുന്നതിന് വേണ്ടി, അലേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ മേജറിന് 3 തവണ 30 സെക്കൻഡ് കൂടുമ്പോൾ 3 മിനിറ്റ് നേരത്തേക്ക് വിളിച്ചു പറയുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മുടെ ഫിസിഷ്യനോ മറ്റ് സ്റ്റാഫുകൾ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോയിട്ടുണ്ടെങ്കിൽ അവരെന്താണ് രണ്ടാമത് വീണ്ടും ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു വിളിക്കുന്നു അല്ലെ. കൂടാതെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും നൽകിയിട്ടുള്ള ആ ഒരു ഡിസാസ്റ്റർ പ്ലാന് അല്ലെങ്കിൽ ആ ഒരു ഡിസാസ്റ്റർ പ്രൊസീജിയേഴ്സ് അവര് ആ ഒരു ഡിപ്പാർട്ട്മെന്റില് നടപ്പിലാക്കുന്നു അല്ലെ, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? കൂടാതെ ഓരോ ഇമ്പോർട്ടന്റ് ഏരിയാസിലേക്കും അല്ലെ, ഓരോ പ്രധാനപ്പെട്ട ഏരിയാസിലെയും മെഡിക്കൽ സ്റ്റാഫുകൾക്കും നമ്മുടെ ഹൗസ് ഓഫീസേഴ്സിനും എന്താണ് ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ഒരു റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. നെക്സ്റ്റ് അതുകൂടാതെ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങള് എന്താണ് ഡിസാസ്റ്റർ ചീഫിന്, മറ്റ് ചീഫ് ഓഫ് എമർജൻസി റൂമിലേക്ക്, എമർജൻസി റൂമിലുള്ള ചീഫിന്, ട്രയേജ് ഏരിയയിലേക്ക്, എമർജൻസിയിലെ വെയിറ്റിംഗ് റൂമിലേക്ക്, സ്റ്റാഫുകള് ഇരിക്കുന്ന ആ ഒരു പ്രത്യേക ഏരിയാസിലേക്ക്, ഇമോഷണലി ഡിസ്റ്റർബഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉള്ള ആ ഏരിയാസിലേക്ക്, റിലേറ്റീവ്സിന്റെ എന്താണ് പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഇരിക്കുന്ന വെയിറ്റിംഗ് റൂമിലേക്ക്, അഡ്മിറ്റിംഗ് ഓഫീസിലേക്ക്, അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ആ ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിറ്റിംഗ് ഓഫീസിലേക്ക്, എക്സ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ബ്ലഡ് ബാങ്കിലേക്ക്, CSSDയിലേക്കൊക്കെ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നു. നെക്സ്റ്റ് എന്താണ് ഓരോ പ്രത്യേക ഏരിയാസിലേക്കും എന്താണ് ചീഫുകളെ നിയമിക്കുന്നു. ഓക്കെ ആണോ? എന്താ മിണ്ടാത്തെ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽ കൺട്രോൾ ദി ട്രാഫിക് ട്രയേജ് ഈസ് ഇനീഷ്യേറ്റഡ് നെക്സ്റ്റ് ടു ആംബുലൻസ് എൻട്രൻസ് അല്ലെ. എന്താണ് നമ്മുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് പേഴ്സണൽസ് എന്താണ് ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് ആംബുലൻസ് കവാടത്തിനോട്
അടുത്ത് നിൽക്കുന്നു അല്ലെ, നമ്മൾ ട്രയേജ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു ഏരിയാസിലേക്ക് അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു എൻട്രൻസ് ഒരുപാട് തിരക്കൊക്കെ വരാൻ പാടുണ്ടോ? പേഷ്യൻസിനെ കൊണ്ടുവന്ന് ആംബുലൻസിലെ കൊണ്ടുവന്ന് നമുക്ക് പെട്ടെന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറ്റണം അല്ലെ, കാഷ്വാലിറ്റിയിലേക്ക് കയറ്റണ്ടേ? അപ്പൊ അവിടുത്തെ ആ ഒരു ട്രാഫിക്, ആ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ആംബുലൻസ് കവാടത്തിന്റെ അടുത്ത്, ആംബുലൻസ് എൻട്രൻസിന്റെ അടുത്ത് നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാഫിനെയോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് പേഴ്സണൽസിനെയോ അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ അവിടെ നിർത്തുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ. ട്രയേജിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് ഡു നോട്ട് അലൗ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ് അല്ലെ. പൈൽ അപ്പ് എന്ന് പറഞ്ഞാൽ കുന്നുകൂടാം. എന്താണ്? നമ്മൾ കാഷ്വാലിറ്റി കേസുകൾ കുന്നുകൂടാൻ അനുവദിക്കരുത് അല്ലെ. പെട്ടെന്ന് അവർക്ക് വേണ്ട ട്രയേജ് കൊടുത്ത് അവരെ സോർട്ട് ചെയ്ത് നമ്മൾ ഓരോ ഏരിയാസിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യണ്ടേ, ഷിഫ്റ്റ് ചെയ്യണ്ടേ? അത് നമ്മ കാഷ്വാലിറ്റിയിൽ തന്നെ അവർ കിടത്താൻ പാടുണ്ടോ? അപ്പൊ എന്താണ്? കാഷ്വാലിറ്റിയിൽ തന്നെ ആ പേഷ്യൻസിനെ കിടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് കൊണ്ടുവരുന്ന പുതിയ പേഷ്യൻസിനെ കിടത്താൻ സ്ഥലം ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? കാഷ്വാലിറ്റിയില് പേഷ്യൻസിനെ കുന്നുകൂടാൻ അനുവദിക്കുക, അവർ ഒരുപാടാവാൻ അനുവദിക്കരുതെന്ന്. അവരെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ട ട്രയേജ് കൊടുത്ത് പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ എന്താണ് സോർട്ട് ചെയ്ത് അല്ലെ തരം തിരിച്ച് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏരിയാസിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സോർട്ട് പേഷ്യന്റ് റാപ്പിഡ് അല്ലെ. എന്താണ്? പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ അല്ലെ എന്ത് ചെയ്യുക? സോർട്ട് ചെയ്യുക അല്ലെ, തരം തിരിക്കുക. അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് ക്രിട്ടിക്കൽ പേഷ്യന്റ് ആണോ, മേജർ ആയിട്ടുള്ള പരിക്കുകളാണോ, മൈനർ ഇഞ്ചറീസ് ഉള്ളോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യൻസിനെ തരം തിരിക്കുക. നെക്സ്റ്റ് പറയുന്നത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ടാഗ് നൽകുക. ഇപ്പൊ ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് റെഡ് ടാഗ് ആണ് നൽകുന്നത്. അപ്പൊ ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള ടാഗ് നൽകുക. ഓക്കെ ആണോ? നെക്സ്റ്റ് ടാഗിങ് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണെങ്കിൽ റെഡ് ടാഗ് ഇട്ട് അവര് സോർട്ട് ചെയ്യും. അർജന്റ് പേഷ്യൻസ് ആണെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി അർജന്റ് പേഷ്യൻസിനാണ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് എന്ത് കളർ? യെല്ലോ ടാഗ് കൊടുക്കും. മൈനർ ആയിട്ടുള്ള ചെറിയ ചെറിയ മുറിവുകളും പരിക്കുകളും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രീൻ ടാഗ് കൊടുക്കും. മരണപ്പെട്ട കേസുകളാണെങ്കിൽ ഒന്ന് കൊണ്ടുവരും, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബ്ലാക്ക് ടാഗ് ആണ് നൽകുന്നത്. അപ്പൊ ഓരോരുത്തർക്കും അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ടാഗ് ചെയ്ത് മാറ്റുന്നു. ഓക്കെ ആണോ? ടാഗിംഗ് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ നിങ്ങൾക്ക്. റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ് അല്ലെ. എന്താണ്? അവർക്ക് ഉചിതമാണ്, അവരെ സോർട്ട് ചെയ്തിട്ട് അവർക്ക് ഉചിതമായിട്ടുള്ള ഏരിയാസിലേക്ക്, മേഖലകളിലേക്ക് അവരെ മാറ്റുന്നു. അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ് അല്ലെ. ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് ചോദിക്കും. വിച്ച് ഈസ് നോട്ട് വിച്ച് ആർ ദി ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് ചോദിക്കും. വിച്ച് ആർ ദി ട്രീറ്റ്മെന്റ് ഏരിയാസ് ചോദിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസിൽ വരുന്നത് ഏതായിരിക്കും? എമർജൻസി റൂം അല്ലെ. എമർജൻസി റൂം. അവിടെ എങ്ങനെയുള്ള ആളുകളാണ്? ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ് അല്ലെ. തീവ്ര പരിചരണം ആവശ്യമായി വരുന്ന പേഷ്യൻസിനാണ്. ആണോ? പറയേ. അപ്പൊ എന്താണ്? ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷനിലുള്ള ആളുകളെയാണ് എമർജൻസി റൂമിലേക്ക് കൊണ്ടുവരുന്നത്. എന്താണ്? ഇല്ല, അത് ചോദിക്കില്ല കേട്ടോ, അത് ചോദിക്കില്ല. അന്ന് സിഇഒന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കുള്ളൂ. നെക്സ്റ്റ് എന്താണ്? ലൈഫ് ത്രെട്ടനിങ്. എന്താണ്? ജീവൻ അപകടത്തിൽപ്പെടുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ഇഞ്ചുറീസ് പറ്റിയവരെ, അല്ലെങ്കിൽ ഹെമറേജിൽ എന്താണ് ഭയങ്കര ബ്ലീഡിംഗ് ഒക്കെ പറ്റിയ ആളുകളൊക്കെയാണ് നമ്മൾ എമർജൻസി റൂമിലേക്ക് അഡ്മിറ്റ് ആക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് സർജറി. എന്താണ്? സർജറി ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് അല്ലെ.
സീരിയസ് കാഷ്വാലിറ്റീസ് പ്രോബ്ലംസ് ആയിട്ട്, ചെസ്റ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നവര്, ചെസ്റ്റ് പെയിനോ അല്ലെങ്കിൽ ചെസ്റ്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവര്, അബ്ഡോമിനൽ ട്രോമ അല്ലെ, നമ്മുടെ അബ്ഡോമിനൽ ട്രോമ ആഘാതങ്ങൾ സംഭവിച്ചവർക്ക്, ഓപ്പൺ ഫ്രാക്ചേഴ്സ് വന്നവരൊക്കെയാണ് നമ്മുടെ സർജറി സെക്ഷനിലേക്ക് അഡ്മിറ്റ് ആക്കുന്നത്, സർജറി സെക്ഷനിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് ഡെലിവറി സൂട്ട് അല്ലെ, ഡെലിവറിയിലെ ആ ഒരു എന്താണ് ലേബർ റൂമിലേക്ക് അല്ലെ, വുമൺസ് ഇൻ ലേബർ, കോംപ്ലിക്കേഷൻ ഓഫ് പ്രഗ്നൻസി, പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ബുദ്ധിമുട്ടുള്ളവരെ, ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ അല്ലെ, എന്താണ് നമ്മുടെ പ്രഗ്നന്റ് വുമണ് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ച ആഘാതങ്ങളൊക്കെ പറ്റി വയറിടിച്ച് വീഴ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരൊക്കെയാണ് ഡെലിവറി സൂട്ടിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് ICU അല്ലെ, എന്താണ് മെഡിക്കൽ എമർജൻസീസ് അല്ലെ, എന്തെങ്കിലും എമർജൻസീസ് ഉള്ളവരെയാണ് ICU. നമുക്കറിയാലോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഒക്കെ പഠിച്ചാണ് അല്ലെ ഫസ്റ്റ് മൊഡ്യൂളില്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് ICU. നെക്സ്റ്റ് OPD ഏരിയ, അതില്ലേ OPD ഏരിയാസിലേക്ക് വരുന്നതില്ലേ നമ്മുടെ 7th കിടക്കുന്ന പോയിന്റ്സിലെ മൈനർ ഇഞ്ചുറീസ്, ആംബുലേറ്ററി പേഷ്യൻസ് ഒക്കെ കണ്ടോ, 7th എമർജൻസി റൂമിൽ കിടക്കുന്നത്. അത് OPDയിലെ അൺസാൽവജബിൾ കേസസ് കൊടുത്തിട്ടില്ലേ, അത് വെട്ടിക്കളഞ്ഞേ, അൺസാൽവജബിൾ കേസസ് വെട്ടിക്കളഞ്ഞേ, വെട്ടിയോ? എന്നിട്ട് അവിടെ മൈനർ ഇഞ്ചുറീസ്, ആംബുലേറ്ററി പേഷ്യൻസ് അതവിടെ എഴുതാം കേട്ടോ. മൈനർ ഇഞ്ചുറീസ്, ആംബുലേറ്ററി പേഷ്യൻസ് അല്ലെ, എന്താണ് നമ്മുടെ എമർജൻസി OPDയില് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയാസിലേക്ക് എങ്ങനെയുള്ള പേഷ്യൻസിനാണ് കൊണ്ടുവരുന്നത്, ചെറിയ ചെറിയ മുറിവുകളുള്ളവരെ, പിന്നെന്താണ് ജസ്റ്റ് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒക്കെ വരുന്ന ആളുകളെയാണ് അല്ലെ, കൺസൾട്ടേഷന് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആംബുലേറ്ററി പേഷ്യൻസിനെയാണ് OPD ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് പറയുന്നത് റേഡിയോളജി സെക്ഷൻ അല്ലെ, റേഡിയോളജിയിൽ എങ്ങനെയാണ് സ്കാനിങ് എടുക്കേണ്ട ആളുകൾ അല്ലെ, ഫ്രാക്ചർ ടു ഓർത്തോപീഡിക്സ് എന്താണ് നമ്മുടെ എല്ലുപരമായിട്ടുള്ള അല്ലെ ഓർത്തോപീഡിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രാക്ചർ വരുന്ന അല്ലെങ്കിൽ മറ്റു കേസുകളെ നമ്മുടെ സ്കാനിങ് ഒക്കെ ചെയ്യേണ്ട ആളുകളെയാണ് റേഡിയോളജിയിലേക്ക്. നെക്സ്റ്റ് എമർജൻസി റൂമുകളിലേക്ക് അൺസാൽവജബിൾ കേസസ് എന്ന് കൊടുത്തേ, 7th എമർജൻസി റൂമില് അൺസാൽവജബിൾ കേസസ് ഓക്കെ ആക്കിയോ, അതാ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. ക്ലിയർ ചെയ്തോ? ക്ലിയർ ചെയ്തോ? മനസ്സിലായോ? എന്നുവെച്ചാല് എമർജൻസി റൂമിൽ എന്താണ് നമുക്ക് രക്ഷിക്കാനാവാത്ത കേസുകൾ ഉണ്ടാവും അല്ലെ, ചിലപ്പോ നമ്മൾ പറയാറില്ലേ എന്തെങ്കിലും മിറാക്കിള് സംഭവിക്കണം എന്നൊക്കെ പറയാറില്ലേ, വീണ്ടെടുക്കാനാവാത്ത കേസുകള്. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് എമർജൻസി റൂമിലാണ് അല്ലെ അഡ്മിറ്റ് ആക്കുന്നത്, എൻട്രി ചെയ്യുന്നത്. നമുക്ക് രക്ഷിക്കാനാവാത്ത അല്ലെ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരെ, അപ്പൊ അവരെന്താണ് എമർജൻസി റൂമിലേക്ക് കയറ്റുന്നു. നെക്സ്റ്റ് സൈക്യാട്രി അല്ലെ, സൈക്യാട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ആരെയായിരിക്കും അഡ്മിറ്റ് ആക്കുന്നത്, മെന്റൽ ആയിട്ട് അല്ലെ സൈക്കോളജിക്കലി ചിലപ്പോ എന്തെങ്കിലും ഡിസാസ്റ്റർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് എന്താണ് മെന്റലി അവർ ഒരുപാട് ഡിസ്റ്റർബഡ് ആയിരിക്കും അല്ലെ, ഡിസ്റ്റർബഡ് ആവും, അവർക്ക് അവരുടെ ബിഹേവിയർ അവരുടെ ഇമോഷൻസ് ഒക്കെ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ, പെട്ടെന്ന് അവർ ചിരിക്കും, പെട്ടെന്ന് കരയും അല്ലേ, ചിലപ്പോ ചിലരെന്താണ് ഒന്നും മിണ്ടാതെ ആലോചിച്ചിരിക്കും അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള സൈക്യാട്രി ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ അൺകൺട്രോളബിൾ ഇമോഷൻസ് കേട്ടോ, അവർ ഇമോഷൻസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ. അവർ ചിലപ്പോ പെട്ടെന്ന് ചിരിക്കും, ചിരിച്ച് അവർ നിർത്തില്ല, ചിരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ളത് അല്ലെങ്കിൽ ബിഹേവിയറൽ എമർജൻസീസിലെ പെരുമാറ്റാത്യാഹിതങ്ങൾ സംഭവിക്കുക, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് അപ്പൊ അങ്ങനെയുള്ളവരെ സൈക്യാട്രി സെക്ഷനിലേക്ക്. മെഡിറ്റേഷൻ റൂമിൽ എന്താണ് ഇമോഷണലി ഡിസ്റ്റർബഡ് ആയിട്ടുള്ള ആളുകളെ മെഡിറ്റേഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. നെക്സ്റ്റ് സെമിനാർ റൂമിലേക്ക്. സെമിനാർ റൂം അതായത് ട്രീറ്റ്മെന്റ് ഏരിയയിൽ പെടുന്നതാണ് കേട്ടോ. അൺഇൻജോർഡ് ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനൊക്കെ ഉള്ള ഏരിയസ് ആണ് സെമിനാർ റൂം.
അൺഇഞ്ചുവേർഡ് ഇഞ്ചുറി പറ്റാത്ത ആളുകളെ, ഡിസ്ചാർജ് ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന് ഇരിക്കാന്, റിലേറ്റീവ്സിനൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെമിനാർ റൂം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എമർജൻസി റൂം 2 വരുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് എന്താണ്? ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ അല്ലെ. എന്താണ്? ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ഇഞ്ചുറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വരുന്നവരെ, പിന്നെ സർജറി ആവശ്യമായി വരുന്ന പേഷ്യൻസിനെ സർജറി സെക്ഷനിലേക്ക് കൊണ്ടുവരുന്നു. വുമൺസിന് എന്താണ്? അവരുടെ ഡെലിവറിയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് ആ ഒരു പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെന്താണ് പ്രഗ്നന്റ് വുമണിന് എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിക്കുമ്പോൾ അവരൊക്കെയാണ് ഡെലിവറി സൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് ICUലേക്ക് അല്ലെ. മെഡിക്കൽ എമർജൻസീസ് ഉള്ളവർ, ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആളുകളൊക്കെയാണ് ICUലേക്ക് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് OPDയിലെ ചെറിയ ചെറിയ മുറിവുകൾ ഉള്ളവരെയും ആംബുലൻസറി പേഷ്യൻസിനെയും ICUലേക്ക് കൊണ്ടുപോകുന്നു. OPD ഏരിയാസിലേക്ക്, റേഡിയോളജിയിലേക്ക് എന്താണ്? നമുക്ക് സ്കാനിങ് എടുക്കേണ്ട ആളുകളെയാണ് അല്ലെ. എന്തെങ്കിലും ഒടിവുകളോ ചതവുകളോ ഒക്കെ വന്നിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഫ്രാക്ചർ വന്ന ആളുകളെ, അല്ലെങ്കിൽ മറ്റു കാരണത്താൽ സ്കാനിങ്ങിനൊക്കെ വിധേയമാകേണ്ട ആളുകളെയാണ് റേഡിയോളജി സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് പറയുന്നത് എമർജൻസി റൂം അൺസാൽവേജബിൾ കേസസ് അല്ലെ. എന്താണ്? നമുക്ക് രക്ഷിക്കാനാവാത്ത അല്ലെ 99% ഇഞ്ചുറി പറ്റിയ ആളുകൾ, അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. സൈക്യാട്രി അല്ലെ. എന്താണ്? അവര് മെന്റലി ഒരുപാട് ഡിസ്റ്റർബഡ് ആയിട്ട് അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ബിഹേവിയർ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവർ ഒരുപാട് മെന്റലി ഡിസ്റ്റർബഡ് ഒക്കെ ആണെങ്കിൽ അവരെ സൈക്യാട്രി സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു. മെഡിറ്റേഷൻ റൂം അല്ലെ. എന്താണ്? ഇമോഷണലി ഡിസ്റ്റർബഡ് ആയിട്ടുള്ള ആളുകളെ മെഡിറ്റേഷൻസ് ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ റൂമിലേക്ക്. നെക്സ്റ്റ് സെമിനാർ റൂമിൽ ഇഞ്ചുറി പറ്റാത്ത ആളുകളെയും പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസും പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഒക്കെ ഇരിക്കുന്ന ഏരിയ ആണ് സെമിനാർ റൂം. ഓക്കെ ആണോ? ഇന്ന് മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ഇന്നത്തെ ഇത് വായിക്കോ? അതോ കഴിഞ്ഞ ദിവസം തൊട്ട് എടുത്തു വെക്കോ? വായിക്കും. ഓക്കെ. ഇപ്പൊ വായിച്ചു നോക്കാട്ടോ. ഞാൻ മിസ് എടുത്തപ്പോ തന്നെ പറഞ്ഞില്ലേ ആ ഒരു ഡിസാസ്റ്റർ എന്നുള്ള ചാപ്റ്റർ ഇമ്പോർട്ടന്റോ? പറയാം. ട്രീറ്റ്മെന്റ് ഏരിയാസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. CEO ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഡിസാസ്റ്റർ ഫേസിനെ പറയുന്ന, അല്ലെങ്കിൽ ഡിസാസ്റ്റർ ആക്ടിവേഷൻ ഫേസിനെ പറയുന്ന വേറൊരു പേര് ഓൾട്ടർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ് കേട്ടോ. അത് ചോദിക്കാം. പിന്നെ ബെഡ് കപ്പാസിറ്റി, ഇത് കഴിഞ്ഞ ദിവസം എടുത്താണ് അല്ലെ. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടന്റ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവരും വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കേ. ഓക്കെ. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, miss. Thank you, ma'am.